ചാമ്പ്യൻസ് ലീഗ് ഫൈനലിന് മുന്നോടിയായി മറ്റൊരു യൂറോപ്യൻ ഫൈനലിനായിട്ട് കാത്തിരിക്കുകയാണ് ആരാധകർ. ഇന്ത്യൻ സമയം വ്യാഴാഴ്ച പുലർച്ചെ 12:30 സ്പെയിനിലെ അത്ലറ്റിക്കോ ബിൽബാവോയുടെ ഹോം ഗ്രൗണ്ടിൽ യൂറോപ്പ ലീഗിന്റെ ഫൈനൽ അരങ്ങേറുകയാണ്. രണ്ട് പ്രീമിയർ ലീഗ് വമ്പന്മാർ, വമ്പന്മാർ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷെ പ്രീമിയർ ലീഗിലെ വളരെ റൈവൽസ് ആയ രണ്ട് ക്ലബ്ബുകൾ ഏറ്റുമുട്ടുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സവിശേഷത. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ടോട്ടൻഹാമുമായിട്ട് കൊമ്പ് കോർക്കുന്നു. യൂറോപ്പ ലീഗ് കിരീടം നേടുകയാണെങ്കിൽ അടുത്ത സീസണിൽ ചാമ്പ്യൻസ് ലീഗിൽ കളിക്കാൻ സാധിക്കും എന്നുള്ളതാണ് രണ്ട് ടീമുകളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം 16-ാം സ്ഥാനത്തും 17-ാം സ്ഥാനത്തും നിൽക്കുന്ന ടീമുകളെ സംബന്ധിച്ച് അവർക്ക് ഒരിക്കലും ഈ സീസണിൽ ഒരു ചാമ്പ്യൻസ് ലീഗ് എന്നുള്ളൊരു സ്വപ്നം കാണാൻ സാധിക്കില്ല. അപ്പൊ അതിന് വിപരീതമായിട്ട് യൂറോപ്പ ലീഗ് കിരീടം നേടുകയാണെങ്കിൽ ഡയറക്റ്റ് എൻട്രി ലഭിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ സവിശേഷത. അതിനൊപ്പം തന്നെ ട്രാൻസ്ഫർ മാർക്കറ്റിൽ പ്രത്യേകിച്ച് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനൊക്കെ അത്യാവശ്യം നല്ലൊരു സേ ഉണ്ടാകാൻ ഈ ഒരു ചാമ്പ്യൻസ് ലീഗ് ബർത്ത് അത്യാവശ്യമാണ്. കാരണം താരങ്ങളെയൊക്കെ കൺവിൻസ് ചെയ്യണമെങ്കിൽ ചാമ്പ്യൻസ് ലീഗ് ബർത്ത് അത്യാവശ്യമാണ്. ചാമ്പ്യൻസ് ലീഗ് കളിക്കാത്തൊരു ടീമിലേക്ക് വരിക പല താരങ്ങളെ സംബന്ധിച്ച് വലിയൊരു പ്രോബ്ലം തന്നെയായിരിക്കും. പിന്നെ അതുകൂടാതെ മറ്റ് ബെനിഫിറ്റ്സും ഉണ്ട്, ഫിനാൻഷ്യൽ ബെനിഫിറ്റ്സും ഉണ്ട്. അപ്പം എന്തായാലും ഈ സീസണിലെ എല്ലാ തകർച്ചയും മറികടന്ന് ഒരു വിജയം ആഘോഷിക്കണമെങ്കിൽ യൂറോപ്പ ലീഗിൽ ജയിക്കേണ്ടത് രണ്ട് ടീമുകൾക്കും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ ഈ ഒരു മത്സരത്തിലേക്ക് വരികയാണെങ്കിൽ ഇപ്പം ടോട്ടൻഹാമിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർക്ക് ഏറ്റവും വലിയ പ്രശ്നം അവരുടെ പ്രമുഖ താരങ്ങളുടെ പരിക്കാണ്. കാരണം ഓൾറെഡി അവരുടെ മിഡ്ഫീൽഡിലെ പ്രധാനപ്പെട്ട 3 സാന്നിധ്യങ്ങൾ പരിക്കേറ്റ് പുറത്തു പോയിരിക്കുകയാണ്. മാഡിസൺ കളിക്കുന്നില്ല. പിന്നെ അതുകൂടാതെ തന്നെ കുലുസെവ്സ്കിയുടെ അഭാവം ഒരു വലിയ തിരിച്ചടി തന്നെയാണ്. പിന്നെ അതുകൂടാതെ ബഗ്വാളും ഇല്ല. അപ്പൊ ഈ 3 പ്ലെയേഴ്സിന്റെ അഭാവം ടോട്ടൻഹാമിന് വലിയൊരു പ്രോബ്ലം തന്നെയാണ് സൃഷ്ടിക്കാൻ പോകുന്നത്. ആ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. യുണൈറ്റഡിനെ സംബന്ധിച്ച് പരിക്കത്ര വലിയ വിഷയമായിട്ട് ഇപ്പം റീസെന്റ് ഇല്ല. ഇപ്പം ലെനി യോറോക്ക് 1-2 ഇഷ്യൂസ് ഉണ്ടായിരുന്നു, പക്ഷെ അദ്ദേഹം കളിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മറ്റ് താരങ്ങളൊന്നും ഇപ്പം പരിക്കിന്റെ പിടിയിലല്ല. ഓൾറെഡി സീസൺ ഔട്ട് ആയ താരങ്ങളെ ഉള്ളൂ. അപ്പൊ റീസെന്റ് പരിക്ക് പ്രമുഖ താരങ്ങളെ ഒന്നും ബാധിച്ചില്ല. അപ്പൊ അത് യുണൈറ്റഡിന് ഒരു ആശ്വാസം നൽകുന്ന കാര്യമാണ്. ഇപ്പൊ അവസാന പ്രീമിയർ ലീഗിലെ മത്സരങ്ങളിൽ രണ്ട് ടീമിനും പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു. 2-0 ആസ്റ്റൺ വില്ലയോട് ടോട്ടൻഹാം പരാജയപ്പെട്ടപ്പോൾ യുണൈറ്റഡ് ചെൽസിയോട് 1 ഗോളിന് തോൽക്കുകയാണ് ഉണ്ടായത്. നിലവിൽ യുണൈറ്റഡ് 18 മത്സരങ്ങളാണ് പ്രീമിയർ ലീഗിൽ ഈ സീസണിൽ പരാജയപ്പെട്ടിരിക്കുന്നത്. ടോട്ടൻഹാം ആണെങ്കിൽ 21 മത്സരങ്ങൾ. അപ്പൊ ഇവർ തമ്മിൽ ഏതാണ്ട് ഒപ്പത്തിനൊപ്പം മത്സരമാണ് പരാജയത്തിന്റെ കാര്യത്തിൽ. 16-ാം സ്ഥാനത്ത് യുണൈറ്റഡ് നിൽക്കുന്നു, 17-ാം സ്ഥാനത്ത് ടോട്ടൻഹാം നിൽക്കുന്നു. ഒരു മത്സരം മാത്രമാണ് ഇനി അവശേഷിക്കുന്നത്. അപ്പൊ രണ്ട് ടീമുകളെ സംബന്ധിച്ച്, രണ്ട് കോച്ചുമാരെ സംബന്ധിച്ച് ഇതൊരു ഡു ഓർ ഡൈ ബാറ്റിൽ തന്നെയാണ്. ഈ സീസൺ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത് ഈ ഒരു മത്സരത്തിലെ വിജയത്തെ ആശ്രയിച്ചിരിക്കും. ഇപ്പം കിരീടം നേടുകയാണെങ്കിൽ, യൂറോപ്പ ലീഗ് കിരീടം നേടുകയാണെങ്കിൽ ഇതുവരെയുള്ള തിരിച്ചടികളൊക്കെ ആരാധകരാണെങ്കിലും എല്ലാവരും മറക്കും. നേരെ മറിച്ച് ഫൈനലിൽ പരാജയപ്പെടുകയാണെങ്കിൽ ആ തിരിച്ചടികളൊക്കെ വീണ്ടും പ്രൊജക്റ്റ് ചെയ്ത് മുന്നോട്ട് വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പിന്നെ ടീം ലൈനപ്പിലേക്ക് വരികയാണെങ്കിൽ ഇപ്പം യുണൈറ്റഡിനെ സംബന്ധിച്ച് യുണൈറ്റഡിന് ഇപ്പോൾ എന്തായാലും ഡിഫൻസിൽ ലെനി യോറോ കളിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. യോറോ കളിക്കുന്നില്ലെങ്കിൽ 3 സെൻട്രൽ ഡിഫൻഡർമാരിൽ ഒരാളായിട്ട് ലൂക്ക് ഷോ കളിക്കേണ്ടി വരും. പിന്നെ മഗ്വയറും ലിൻഡലോഫുമായിരിക്കും. ഗോൾ കീപ്പർ ഒനാന തന്നെ. പിന്നെ മിഡ്ഫീൽഡിൽ കാസിമിറോയും ഉഗാർത്തയും, റൈറ്റ് വിങ് ബാക്ക് ആയിട്ട് മസറോയും, ലെഫ്റ്റ് വിങ് ബാക്ക് ആയിട്ട് ദോർഗും കളിക്കും. പിന്നെ മുന്നേറ്റ നിരയിൽ ബ്രൂണോ ഫെർണാണ്ടസ്, അമദ്, പിന്നെ അതുകൂടാതെ സ്ട്രൈക്കറായിട്ട് ഹോയ്ലൻഡും കളിക്കാനാണ് സാധ്യത. ഗർനാച്ചോ മിക്കവാറും സബ്ബായിട്ട് ഇറങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ ടോട്ടൻഹാമിലേക്ക് വരികയാണെങ്കിൽ ടോട്ടൻഹാമിൻ്റെ ഗോൾ കീപ്പർ വിക്കാരിയോ തന്നെ. പിന്നെ റൈറ്റ് ബാക്കായിട്ട് കളിക്കുന്നത് പോറോ ആണ്. പിന്നെ 2 സെൻട്രൽ ഡിഫൻഡേഴ്സായിട്ട് റൊമേറോയും വാൻഡവേനും കളിക്കും. പിന്നെ ലെഫ്റ്റ് ബാക്കായിട്ട് ഉഡോഗി ആയിരിക്കും. പിന്നെ മിഡ്ഫീൽഡിൽ ഈ പ്രമുഖ താരങ്ങളുടെ അഭാവത്തിൽ സാറും പിന്നെ അതുകൂടാതെ ബിസുമയും കളിക്കാനാണ് സാധ്യത. പിന്നെ അറ്റാക്കിംഗ് മിഡ്ഫീൽഡറുടെ റോളിൽ ബെൻഡങ്കർ ആയിരിക്കും. ലെഫ്റ്റിൽ സന്നും പിന്നെ റൈറ്റിൽ ബ്രെൻഡൻ ജോൺസണും. സ്ട്രൈക്കറുടെ റോളിലാണെങ്കിൽ ഇപ്പം മികച്ച ഫോമിൽ കളിക്കുന്ന സൊളങ്കയുമായിരിക്കും. അപ്പം ഈ ഒരു രണ്ട് ടീമുകൾക്കും ഉള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് പലപ്പോഴും നിർണായക മത്സരങ്ങളിൽ അവർക്ക് വിജയിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ പ്രീമിയർ ലീഗിൽ നമുക്കതാണ് കാണാൻ സാധിച്ചത്. ഇപ്പോൾ ടോട്ടൻഹാം ആണെങ്കിൽ ഒരുപാട് ഗോളുകളൊക്കെ വഴങ്ങുന്നു, ഗോളുകൾ അടിക്കുന്നുണ്ട്, പക്ഷേ ഗോളുകൾ വഴങ്ങുന്നു, പരാജയപ്പെടുന്നു. യുണൈറ്റഡിനാണെങ്കിൽ ചാൻസസ് ക്രിയേറ്റ് ചെയ്യുന്നു, പക്ഷെ അത് ഗോളായിട്ട് മാറ്റാൻ അവർക്ക് സാധിക്കുന്നില്ല. അപ്പം പിന്നെ ഗോൾ കീപ്പറുടെ മിസ്റ്റേക്കുകൾ, ഡിഫൻസിലെ പ്രശ്നങ്ങളൊക്കെ ആദ്യം ഒക്കെ ഒരുപാട് ബാധിച്ചിരുന്നു. അപ്പം ഇതൊക്കെ തന്നെയാണ് രണ്ട് ടീമുകളെയും ബാധിക്കുന്നത്. ഒരുപാട് പ്രശ്നങ്ങൾ രണ്ട് ടീമുകൾക്കും ഉണ്ട്. ഒരിക്കലും ഒരു ഫുൾ ഫിറ്റ് ആയുള്ള ഒരു ഫുൾ ബാലൻസ്ഡ് ആയുള്ള സ്ക്വാഡല്ല. അതുകൊണ്ട് തന്നെയാണ് അവരിപ്പം പ്രീമിയർ ലീഗിൽ ഇത്രയും താഴെ നിൽക്കുന്നതെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയുന്നതാണ്. ഇതാണ് മത്സരത്തെക്കുറിച്ച് പറയാനുള്ളത്. അപ്പം യുണൈറ്റഡിനെ സംബന്ധിച്ച് വിജയിക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം ഫേസ് സേവിങ് ആക്ട് എന്നുള്ള രീതിയിലാണ് ഈ ഒരു ഫൈനലിനെ കാണുന്നത്. പിന്നെ ഈ ഒരു പ്രീമിയർ ലീഗിലെ ഒരു റെക്കോർഡ് അല്ലെങ്കിൽ ഈ ഒരു സീസണിലെ റെക്കോർഡ് നോക്കുകയാണെങ്കിൽ 3 തവണ
യുണൈറ്റഡും ടോട്ടൻഹാമും ഏറ്റുമുട്ടിയിട്ടുണ്ട്. 3 തവണയും വിജയിച്ചത് ടോട്ടൻഹാം ആയിരുന്നു. അത് അവർക്കൊരു അഡ്വാൻറ്റേജ് ആയുള്ള കാര്യമാണ്. പ്രീമിയർ ലീഗിലെ 2 മത്സരങ്ങളിലും ടോട്ടൻഹാം യുണൈറ്റഡിനെ പരാജയപ്പെടുത്തി. പിന്നെ കരാബാവോ കപ്പിൽ വളരെ ക്ലോസ് ആയുള്ള ഒരു ഫൈറ്റിൽ 4-3 യുണൈറ്റഡിനെ തോൽപ്പിച്ചു. അപ്പോൾ അതൊരു അഡ്വാൻറ്റേജ് ആയ കാര്യം തന്നെയാണ് സ്പർസിനെ സംബന്ധിച്ച്. പിന്നെ സ്പർസിന് ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ കിരീട വരൾച്ചയ്ക്ക് വിരാമം ഇടുമോ എന്നുള്ളതാണ്. കാരണം 18 വർഷം മുമ്പാണ് അവർ അവസാനമായിട്ടൊരു കിരീടം നേടിയത്. 2008 അവർ 17 വർഷം മുമ്പ് 2008 അവസാനമായിട്ട് ഒരു കിരീടം നേടിയത്. അന്ന് ലീഗ് കപ്പ് ചെൽസി തോൽപ്പിച്ച് സ്വന്തമാക്കിയതിന് ശേഷം അവർ കിരീടത്തിനായി ഇങ്ങനെ കാത്തിരിക്കുകയാണ്. കിരീടത്തിനായുള്ള കാത്തിരിപ്പ് മറന്ന് അല്ലെങ്കിൽ അതൊക്കെ മടുത്തിട്ട് ഹാരി കെയ്ൻ ബയണിലേക്ക് പോയി കിരീടമൊക്കെ നേടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വർഷം അങ്ങനെ ഒരു സിഗ്നിഫിക്കൻസ് കൂടി ഉണ്ട്. കാരണം പല ക്ലബ്ബുകൾക്കും അവരുടെ കാത്തിരിപ്പിന് വിരാമമിടാൻ പറ്റിയ ഒരു വർഷമായിരുന്നത്. അതിപ്പം ഇറ്റലിയിലെ ബൊളോണി ആണെങ്കിൽ അവർ കോപ്പ ഇറ്റാലിയ നേടി, വർഷങ്ങളുടെ കാത്തിരിപ്പിന് വിരാമം ഇട്ടൊരു കിരീടം സ്വന്തമാക്കി. ന്യൂകാസിലാണെങ്കിൽ ലീഗ് കപ്പ് നേടി അവരുടെ കിരീട വരൾച്ച ഇല്ലാതാക്കി. പിന്നെ മറ്റൊരു ക്ലബ്ബാണെങ്കിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ക്രിസ്റ്റൽ പാലസ് അവരുടെ ക്ലബ്ബ് തുടങ്ങിയതിന് ശേഷമുള്ള അവരുടെ കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് അവർ FA കപ്പ് നേടി, അതും മാഞ്ചസ്റ്റർ സിറ്റിയെ പരാജയപ്പെടുത്തി. ഹാരി കെയ്ൻ ആണെങ്കിൽ ബുണ്ടസ് ലീഗ നേടി, 31-ാം വയസ്സിൽ തൻ്റെ ആദ്യത്തെ ട്രോഫി, പ്രൊഫഷണൽ കരിയറിലെ ആദ്യത്തെ ട്രോഫി നേടി. അപ്പോൾ ഇങ്ങനെ ഒരുപാട് സിഗ്നിഫിക്കൻസ് ഉണ്ട്. അപ്പോൾ അത് ടോട്ടൻഹാമിനൊരു ആശ്വാസം നൽകുന്ന കാര്യമാണ്. നമുക്ക് തമാശയായിട്ട് ഇതൊക്കെ പറയുമെങ്കിലും ഇതൊക്കെ ഒരു മോട്ടിവേഷൻ നൽകുന്ന സംഭവങ്ങളാണ്. ഇപ്പോൾ യുണൈറ്റഡിനെ സംബന്ധിച്ച് മൗറീനിയോയ്ക്ക് കീഴിലാണ് അവസാനമായിട്ട് യൂറോപ്പ ലീഗ് നേടിയത്. പക്ഷേ കഴിഞ്ഞ 2 വർഷങ്ങളിൽ ഓരോ കിരീടങ്ങൾ നേടാൻ യുണൈറ്റഡിന് സാധിച്ചിരുന്നു. കഴിഞ്ഞ വർഷം FA കപ്പും അതിന് മുന്നത്തെ വർഷം ലീഗ് കപ്പും നേടിയിരുന്നു. അപ്പോൾ എന്തായാലും അമോറിം രണ്ടും കൽപ്പിച്ച് ടീമിനെ ഇറക്കി ഒരു വിജയം നേടും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പ്രീമിയർ ലീഗിലെ മോശം ഫോമിന് വിപരീതമായിട്ട് മികച്ച രീതിയിൽ കളിച്ചാണ് യൂറോപ്പ ലീഗിന്റെ ഫൈനൽ വരെ മാഞ്ചസ്റ്റർ യുണൈറ്റഡും സ്പർസും എത്തിയിരിക്കുന്നത്. യുണൈറ്റഡ് ആണെങ്കിൽ 7-1 അഗ്രിഗേറ്റ് സ്കോറിനാണ് അത്ലറ്റിക്കോ ബിൽബാവോയെ സെമിയിൽ പരാജയപ്പെടുത്തിയത്. പിന്നെ സ്പർസ് ആണെങ്കിൽ 5-1 അഗ്രിഗേറ്റ് സ്കോറിന് ബോഡോ ഗ്ലിംറ്റിനെ തോൽപ്പിച്ചു. അപ്പം 2 ടീമുകളും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ എന്തായാലും ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നല്ല ആവേശം ഉണ്ടാവും. ചിലപ്പോൾ മത്സരം എക്സ്ട്രാ ടൈമിലേക്കോ പെനൽറ്റി ഷൂട്ടൗട്ടിലേക്കോ ഒക്കെ നീളാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? ഒരു തുല്യ ശക്തികളുടെ പോരാട്ടമല്ലേ? എങ്ങനെയാണ് ഈ ഒരു യൂറോപ്പ ലീഗ് ഫൈനലിനെ നിങ്ങൾ കാണുന്നത്? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തണേ.